ഇന്ന് ചക്കക്കുരു കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ. അതിനായി ചക്കക്കുരുവിൻ്റെ പുറത്തെ തൊലി കളയാം. അതിനുശേഷം ഈ സൈസിൽ ചക്കക്കുരു അരിഞ്ഞു വയ്ക്കാം. കഴുകി വാരി ചക്കക്കുരുവിലേക്ക് ഒരു സവോള നീളത്തിൽ അരിഞ്ഞതും ഒരു കാൽമുറി തേങ്ങ ചെറുതായി കൊത്തി അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 20 വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും ഇടാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിടാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതിനൊപ്പം ചക്കക്കുരു വേകുന്നതിന് ആവശ്യമായ 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്യുക. സ്റ്റൗവിൽ വെച്ച് 2 വിസിൽ വരുന്നതുവരെ വേവിക്കുക. ആദ്യമേ ഹൈ ഫ്ലെയിമിലും 1 വിസിൽ അടിച്ചു കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലും ഇട്ട് 1 വിസിൽ അടിക്കുക. അങ്ങനെ മൊത്തം 2 വിസിൽ അടിച്ചു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുകും അതിൻ്റെ ഒപ്പം 5-6 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിടുക. 1 തണ്ട് കറിവേപ്പില ചേർക്കുക. ഒന്ന് ഇളക്കി വഴറ്റുക. ഇതിലേക്ക് 20 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞിട്ട് ഇളക്കുക. 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുക. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഈ സമയം 2 പച്ചമുളകും കൂടി ചേർക്കാവുന്നതാണ്. ഞാൻ ചേർത്തിട്ടില്ല. ഉള്ളി ഇത്രയൊന്ന് വഴന്നു കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച് ചക്കക്കുരു ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ട്. ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ ഈ സമയത്ത് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. കുരുമുളകിൻ്റെ ടേസ്റ്റ് കൂടുതൽ വേണ്ടവർക്ക് ഗരം മസാല ചേർക്കുന്നതിൻ്റെ കൂടെ കുരുമുളക് പൊടി ചേർക്കാം. സ്വാദിഷ്ടമായ ചക്കക്കുരു മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക്